ശബരിമലയിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം അല്പസമയത്തിനകം ചേരും. ഇന്നലെ രാത്രി ശബരിമലയിൽ എത്തിയ മന്ത്രി സന്നിധാനത്ത് തുടരുകയാണ്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നിലയ്ക്കലും ഇടത്താവളത്തിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. കെ അഖിൽ സന്നിധാനത്ത് നിന്ന് ചേരുന്നു. അഖിൽ, എന്താണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം? അജിംസ, പ്രധാനമായും ഈ യോഗത്തിൽ ചേരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഒരു തരത്തിലൊരു തിരക്ക് വരികയാണെങ്കിൽ എങ്ങനെ തീർത്ഥാടകർക്ക് സുഗമമായ തീർത്ഥാടനം സാധ്യമാക്കാം എന്നുള്ളതാണ് പ്രധാനമായും ചേരുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു വിശകലനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും. കാരണം ദേവസ്വം മന്ത്രി എത്തിയ സമയത്ത് എരുമേലിയിലും അതുപോലെ നിലയ്ക്കലും പമ്പയിലും ഒക്കെ സന്ദർശിച്ച് അവിടെയെല്ലാം അവലോകനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്നലെ 3 മണിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. അതും കാരണം വഴിയിലൂടെ മല ചവിട്ടി കയറി വന്ന് വരുന്ന വഴിയിലെല്ലാം തന്നെ തീർത്ഥാടകരെ കണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് മന്ത്രി സന്നിധാനത്തേക്ക് എത്തിയത്. അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചില വീഴ്ചകൾ, എവിടെയൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചത്, ഇത്ര വലിയ തിരക്ക് സംഭവിക്കാൻ എന്താണ് കാരണം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ മന്ത്രി ഇന്ന് വിശദീകരണം ചോദിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ADGP MR അജിത് കുമാർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ADGPയും അതുപോലെ തന്നെ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി, ദേവസ്വം പ്രസിഡന്റ്, 2 കോന്നി റാന്നി MLA മാർ അടക്കമുണ്ടാവും ഇന്നത്തെ യോഗത്തിൽ അവലോകന യോഗത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ADGP അടക്കമുള്ളവർ ഇവിടെ യോഗം നടക്കുന്ന ഹാളിലേക്ക് എത്തിച്ചേരുന്നതാണ് അദ്ദേഹം. അത് ഉടൻ ഇവരെല്ലാവരും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കും. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിന്റെ ചർച്ചാ വിഷയമാവുമെന്നാണ് പറയുന്നത്. കാരണം ആദ്യ ദിവസങ്ങളിൽ സംഭവിച്ച ചില വീഴ്ചകളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു വെള്ളിയാഴ്ച സംഭവിച്ച ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് തീർത്ഥാടകരുടെ മണിക്കൂറുകൾ നീണ്ട ദുരിതത്തിലേക്കൊക്കെ വഴിവെച്ചെന്നുള്ളതാണ് ഈ പലപ്പോഴും തീർത്ഥാടകർ പറഞ്ഞിരുന്നത്. വെള്ളവും അതുപോലെ തന്നെ അവശ്യ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു എത്ര വലിയ തിരക്ക് വന്നാലും ശബരിമല സജീവമാണ്, ശബരിമലയിൽ തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തിലൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അന്നത്തെ യോഗത്തിൽ ചർച്ചയാവും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇനി ഒരു തരത്തിലൊരു തിരക്ക്, അത് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണമായിട്ടുണ്ട്. ഈ 27-ാം തീയതി മാത്രമാണ് ഇതിൽ 27-ാം തീയതി നട അടയ്ക്കുന്ന മുമ്പ് 27-ാം തീയതി മാത്രമാണ് ഒരു സ്ലോട്ടുകൾ ഉള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലും അതിനു മുമ്പ് തിരക്ക് കൂടുകയാണെങ്കിൽ സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ പോലത്തെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ 18-ാം പടി വഴി കയറ്റുന്ന 80, അതായത് വെർച്വൽ ക്യൂവിന്റെ എണ്ണം കുറയ്ക്കും അല്ലെങ്കിൽ ചുരുക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഇതിനോടകം തന്നെ ഈ ദിവസങ്ങളും 90,000-ന് മുകളിൽ വെർച്വൽ ക്യൂ 90,000 എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എങ്ങനെ ഈ 80,000-ലേക്ക് കുറയ്ക്കാം, എങ്ങനെ വെർച്വൽ ക്യൂ കുറയും? ഇന്നലെ നടന്ന അവലോകനത്തിൽ പമ്പയിൽ നടന്ന യോഗത്തിലടക്കം ഈ വെർച്വൽ ക്യൂവിന്റെ എണ്ണം കുറയ്ക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞതെന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പറഞ്ഞു വെർച്വൽ ക്യൂ എങ്ങനെ കുറയ്ക്കും എന്ന കാര്യത്തിനെ കുറിച്ചും ഒരു ചർച്ചയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരണമോ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ഈ കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്നത്, അതായത് എന്തെല്ലാം ചെയ്യാൻ കഴിയും മുന്നൊരുക്കുന്ന അടക്കം വിശദമായ വിശദീകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. മുൻ ദിവസങ്ങളെക്കാളൊക്കെ അപേക്ഷിച്ച് വലിയ വ്യത്യാസമുണ്ട്. തിരക്കുകൾ അത്ര മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട. മുൻ വർഷങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഒരു കാത്തിരിപ്പ്, അതായത് ശബരിമലയെ സംബന്ധിച്ചോളം വലിയൊരു തിരക്ക്, തീർത്ഥാടനം വലിയ തിരക്കുണ്ടാവുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു തിരക്ക് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം മാത്രമാണ് നിലവിൽ ശബരിമലയിൽ ഉള്ളത് എന്നുള്ളതാണ് തീർത്ഥാടകരടക്കം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ 18-ാം പടി വഴി കയറ്റുന്ന തീർത്ഥാടക എണ്ണത്തിലും വലിയ വർധന ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ തിരക്ക് പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഉള്ളത്. അജിംസ്.